സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും അടിവേരുകളുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് എം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റ് പാർട്ടികളൊക്കെ നാമമാത്രമായി കൂടുന്നു. ഒരു വ്യക്തമായ സംഘടനാ പ്രവർത്തനങ്ങൾ ഉള്ള പാർട്ടികളൊന്നും തന്നെ കേരള കോൺഗ്രസിൻ്റെ മറ്റ് പാർട്ടികളിൽ ഞാൻ കാണുന്നില്ല. എൻ്റെ അനുഭവം അത് തന്നെയാണ്. അപ്പോൾ സംഘടനാപരമായി അടിത്തറയുള്ള എല്ലാ മേഖലകളിലും ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കേഡർ സ്വഭാവം ഏകദേശം പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഞാൻ കാണുന്നു. എങ്കിലും അങ്ങോട്ട് പോകുവാൻ അവർ കൂടി സമ്മതം വേണ്ടേ? അപ്പോൾ ആ വിധത്തിലുള്ള ചർച്ചകൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. അവരെ ഞാൻ എൻ്റെ ആഗ്രഹം അറിയിക്കും. എനിക്ക് താല്പര്യമില്ല. പിന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ഞാൻ ചേർന്നിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ് എമ്മിൽ അംഗമാകുകയാണെങ്കിൽ അന്ന് ആ കാര്യങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 2026 അത് അന്നത്തെ കാര്യങ്ങൾ. ഏതായാലും പാർലമെന്ററി മോഹം ഇല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവരെ ഞാൻ എൻ്റെ ആഗ്രഹം അറിയിക്കും. ഇന്ന് ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹം അവരെ അറിയിക്കും. അപ്പോൾ തീർച്ചയായും അവർ എന്നെ ഈ കാര്യവുമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ഇനി മുന്നോട്ട് വൈകിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നതിനർത്ഥമില്ല. മറ്റ് കേരള കോൺഗ്രസ്സുകളാണ് പറയുന്നത്. കേരള കോൺഗ്രസ് എം ആയിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ടിരുന്നത്. അത് മാണി സാറിന് വന്ന ശേഷം അതിനൊരു ചെറിയ കോട്ടം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ പാർട്ടിയാണ് ഇപ്പോഴും ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഒപ്പമുള്ളത് എന്ന് തന്നെ പറയുന്നു. അത് ശ്രീത്തെ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. LDFിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് പുറത്ത് അങ്ങാടിപ്പാട്ടാകില്ല. LDFിൽ അവർ പറഞ്ഞിട്ടില്ല എന്നെന്താ, ധാരാളമായി ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖകളും തെളിവുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ല, അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനതിനെതിരാണ്. 250 പോരാ 300 വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹം കോട്ടയം പാർലമെന്റിൽ UDFിൽ നിന്ന് MP ആയ സന്ദർഭത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ MP-മാരിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചൊരു MP ആണെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ജോസ് കെ മാണിയുടെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗം അല്ലെങ്കിൽ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചോ ഒന്നും ഞാനല്ല വിലയിരുത്തേണ്ടത്. ജനങ്ങൾക്കറിയാം. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരപശബ്ദങ്ങളുമില്ലാതെ ആ പാർട്ടി നന്നായി പോകുന്നു എന്നാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന പാർട്ടിയിലേക്ക് ചേരാമെന്നൊന്നും ഞാൻ ഒരിടത്തും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. സജീവ രാഷ്ട്രീയത്തിലേക്ക് ചേരുവാൻ ഇപ്പോൾ ഏത് പാർട്ടിയുടെ ഒരു മെമ്പർഷിപ്പ് കിട്ടിയാലും അതിൽ ചേർന്ന് പ്രവർത്തിക്കാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ജനിച്ച ഓർമ്മ 1966 ഞാൻ കുഞ്ഞു പയ്യനാണ് പാർട്ടി ഉണ്ടാകുന്നു. പക്ഷെ അന്ന് മുതൽ വള്ളിനക്കർ വിട്ട് ആദ്യം KSയുടെ മീറ്റിങ്ങിലേ പോയത്. അന്ന് മുതൽ ഇതിൻ്റെ പല തലങ്ങളിലുള്ള നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചു എന്നൊരു വ്യക്തിയാണ്. അല്ല, ഉപാധി എന്താ ഇതിനകത്ത്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്ററി മോഹമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഉപാധി എന്താ? അങ്ങനെ ഉപാധി ഒന്നും വെക്കുമെന്ന് എനിക്ക് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഉപാധി ഒന്നും വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, അതൊന്നും ഇപ്പം ചർച്ചയായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇതൊക്കെ വേണമെന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച ശേഷം മഹാഭൂരിപക്ഷം സമയത്തും പ്രതിപക്ഷത്തല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത്? ഏതായാലും ഞാൻ ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ചതുപോലെ വലിയൊരു മഹാസമ്മേളനമോ ലയന സമ്മേളനമൊന്നും നടത്തി ഒരു പാർട്ടിയിലും ചേരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കേരളത്തിലെമ്പാടും എന്നോടൊപ്പം നിൽക്കുന്ന, ഞാനുമായി സഹകരിക്കുന്ന ഒട്ടേറെ പ്രാരംഭകാലം മുതലുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. അപ്പോൾ ഞാനൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ബന്ധപ്പെടും. മൂവാറ്റുപുഴ മേഖല അല്ലല്ലോ. മൂവാറ്റുപുഴ മേഖലയൊക്കെ ഒരു ചെറിയ മേഖല മാത്രമേ ഉള്ളൂ. മറ്റ് കേരളം മുഴുവനുണ്ടല്ലോ.
എൻ്റെ പ്രവർത്തന മേഖല മൂവാറ്റുപുഴ ആയിരുന്നില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാൻ എല്ലാ ജില്ലയിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു. ഞാൻ അങ്ങനെ അവകാശവാദമൊന്നും ഉന്നയിക്കുക, അതൊക്കെ കാത്തിരുന്ന് കാണുക. അതെ, അതിൻ്റെ കാരണം ആ പാർട്ടി രൂപീകരണം ഞാൻ നിങ്ങളോട് തുറന്നു പറയാമല്ലോ. കാഞ്ഞിരപ്പള്ളിയിലെ മുൻ MLA, മുൻ കേരള കോൺഗ്രസ് ചെയർമാൻ ജോർജ് എ. മാത്യുവിൻ്റെ നേതൃത്വത്തിൽ കുറേ അധികം മുൻ MLA-മാരും കുറേ അധികം നേതാക്കന്മാർ, സാമുദായിക സാഹിത്യ കലാരംഗത്തൊക്കെ ഉള്ള ആളുകൾ, കേരളം മുഴുവനുള്ള ആളുകൾ പലവട്ടം ഒരുമിച്ച് കൂടുകയും നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മുന്നോട്ട് പോകണം, ഒരു ദേശീയ പാർട്ടി രൂപം കൊണ്ട് ദേശീയ തലത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നൊരു ആശയം ഉൾക്കൊണ്ട് ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിനൊരു അവസാന സ്റ്റേജ് വന്നപ്പോഴേക്കും ഇതിൻ്റെ യോഗങ്ങൾ വിളിച്ചു കൂട്ടി നേതൃത്വം കൊടുത്ത ജോർജ് എ. മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നോക്കം പോയി. കൂട്ടത്തിലുണ്ടായിരുന്ന മുൻ MLA-മാർ വളരെയേറെ ആളുകൾ സജീവമായി നിന്നവർ അവരൊക്കെ പിന്നോക്കം പോയി. അപ്പോൾ അത് മാത്രമല്ല, ഇവരെ നേരത്തെ പറഞ്ഞിരുന്ന ലക്ഷ്യമല്ല, വേറെ ചില താല്പര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതെനിക്ക് പറ്റുകയില്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയാണ്, പക്ഷെ ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോയില്ല. ഒരിക്കലുമില്ല. ഞാൻ ദിവസങ്ങൾ മാത്രം പ്രഖ്യാപനം നടത്തിയ ദിവസങ്ങൾ, ആ സമയത്ത് BJP-യുമായോ BJP-യുടെ നേതൃത്വമായോ ഒരു ഒരു ആലോചനയോ കൂടിയാലോ ഒന്നും നടത്തിയിട്ടില്ല. നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞാൻ പങ്കെടുക്കാൻ എനിക്ക് നാളെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. എന്നെ ക്ഷണിച്ചത് കേരള കോൺഗ്രസിൻ്റെ ആരംഭകാല പ്രവർത്തനങ്ങൾ, ഒരു പൊതുപ്രവർത്തനങ്ങളൊന്നും അറിയില്ല. എനിക്ക് നാളെ പോകാൻ ചില അസൗകര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, റേഷൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതിൻ്റെ ചില അടിയന്തരമായ കേസുണ്ട്. ഞങ്ങളുടെ കിറ്റ് കമ്മീഷൻ്റെ കേസ് ഇപ്പോൾ കോടതി അനുകൂലമായി വിധിച്ചു വീണ്ടും. പക്ഷേ അതിൽ കുറേ കേസുകൾ കൂടി ഞങ്ങൾക്ക് ഫയൽ ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നാളെ അഭിഭാഷകൻ്റെ ഓഫീസിൽ എനിക്കൊരു ജോലിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, PM മാത്യുവുമായി എന്നെ കമ്പയർ ചെയ്യണ്ട. അദ്ദേഹം കേരള കോൺഗ്രസ് ജയിക്കബ് ഉണ്ടായ കാലത്ത് ഞങ്ങളുടെ ചെയർമാനായിരുന്നു. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം നിയമസഭ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ഞങ്ങളിൽ വിട്ടു. അപ്പോൾ അദ്ദേഹവുമായി എന്നെ താരതമ്യപ്പെടുത്തണ്ട. ഞാൻ എപ്പോഴും ഏത് പാർട്ടിയിലാണെങ്കിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് ആര് നേതാവ്, ആരാണ് മുന്നിൽ എന്ന് നോക്കിയിട്ടില്ല. എനിക്ക് മുന്നേറി ഒന്നും വേണമെന്ന് ഒരിക്കലും ഒരു ആഗ്രഹവുമില്ല. പക്ഷേ ജനങ്ങളല്ലേ ഓരോ ആളുകളെ നേതാക്കന്മാരാക്കുന്നതും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതും. ഞാൻ തികഞ്ഞ ആത്മവിശ്വാസമുള്ള ആളാണ്. എൻ്റെ പ്രവർത്തന ശൈലി അതാണ്. ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ. അവരോടൊപ്പം നിന്ന് അവരോട് തോളോട് ചേർന്ന് അവരുമായി സൗഹൃദം പങ്കിട്ട് പോവുക, അങ്ങനെ അവരോടൊപ്പം പ്രവർത്തിക്കുക. അതാണ് എൻ്റെ ഒരു പ്രവർത്തന ശൈലി. ഞാനിപ്പോൾ UDF-ൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുക, പലരും അസംതൃപ്തരാണ്. ഇല്ല 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 കാസ അതിനകത്തില്ലായിരുന്നു. കാസയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ ആ സംഘടനയിൽ വന്നു. അന്നല്ലാതെ ഒരു തീവ്രവാദവും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ ഒരു മതേതര രാജ്യമാണ്. കാസയെക്കുറിച്ചുള്ള അഭിപ്രായം, കാസ കുറേ തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും ശരിയല്ല. ഒരു സംഘടന ഉണ്ടാക്കുന്നതൊന്നും തെറ്റല്ല. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു സംഘടന, അത് അതിനു വേണ്ടിയായിരിക്കണം. മറ്റുള്ളവർ വെറുക്കാനും മറ്റുള്ളവർക്കെതിരെ വിദ്വേഷം പറയാനും ഒന്നും അല്ല ഉപകരിക്കേണ്ടത്. ഞാൻ ചോദിക്കേണ്ട, രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഏതെങ്കിലും മതം വേറൊരു മതത്തെ തള്ളി പറയുന്നുണ്ട്? എത്രയോ സൗഹൃദം എല്ലാവരും തമ്മിൽ. എന്നാൽ ക്രൈസ്തവർ നേരിടുന്ന കുറേ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് മൗലികമായ വിഷയങ്ങളാണ്. ഇപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ, അത് യഥാർത്ഥത്തിൽ കേന്ദ്രം അനുവദിച്ച രീതിയിൽ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗം ഒരു ന്യൂനപക്ഷ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒട്ടേറെ വേദികൾ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതെന്തുകൊണ്ടാണ്? ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഭരണകർത്താക്കൾ നല്ല ബോധ്യത്തോടു കൂടി, നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചിന്തിച്ച് ചെയ്ത ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പ്, അത് സമമായി എല്ലാവർക്കും കൊടുക്കണം, ആനുപാതികമായി. അത് കൊടുക്കാതെ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്.
അത് മതവിദ്വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള എതിർപ്പുണ്ടോ അല്ല. അർഹിക്കുന്ന ആളുകൾക്ക് കിട്ടാതെ വരുമ്പോൾ പ്രതിഷേധിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ആ ശബ്ദം ഞാൻ ഇപ്പോഴും പറയുന്നു. ശ്രീജിത്തൊക്കെ എന്നോട് തർക്കിച്ചു. അങ്ങനെ ഒരു സംഭാഷണം ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്ന ആളല്ല. വല്ല സുഹൃത്ത് സംഭാഷണത്തിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ആളുമായി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് ജേക്കബിലുണ്ടായിരുന്നപ്പോൾ അയാളെ പുറത്താക്കിയതാണ്. ഒരു ഗുരുതരമായ കുറ്റകൃത്യം വന്നപ്പോൾ ജേക്കബ് എന്നോട് പറഞ്ഞു അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഞാൻ പുറത്താക്കിയത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളുമായി സൗഹൃദ സംഭാഷണം നടത്തിയപ്പോൾ സൗഹൃദ സംഭാഷണങ്ങളിൽ പല കാര്യങ്ങളും പറയും. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യങ്ങളല്ല. ആ ശബ്ദ സന്ദേശത്തെ അത് എന്നെ അപമാനിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ആരോ ഉണ്ടാക്കിയ ഒരു തിരക്കഥ, അതിലപ്പുറം ഒന്നുമില്ല. ഞാൻ കോഴിക്കോട് ആലോചനകളിൽ കോഴിക്കോട് ഞങ്ങളുടെ റേഷൻ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. ആ സമ്മേളനത്തിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെയാണ് ഈ ന്യൂസ് ആദ്യമായി ശ്രീജിത്തിൻ്റെ ചാനലിൽ അത് പുറത്തുവിട്ടത്. അപ്പോൾ ശ്രീജിത്തിൻ്റെ ചാനലിലൂടെ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ നിൽക്കുക. അവരുടെ ഇടയിൽ ഒരു ചിന്താക്കുഴപ്പം പറഞ്ഞു, എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ഇത് രൂപകൽപ്പന ചെയ്ത ആളുകൾക്കുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സംസാരിക്കും. ഞാൻ അതൊരു വിവാദമാക്കാനോ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു. ഹഫീസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരിയല്ല. എന്നെപ്പോലെ പ്രായം ചെന്ന് പക്വതയുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചൊന്നും ആരെക്കുറിച്ചും എന്തും പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാളെക്കുറിച്ചൊക്കെ ഞാൻ എന്തിനാ പ്രതിപാദിക്കുന്നത്? അവർ നല്ല അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോകട്ടെ, അത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയിൽ എല്ലാവരും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ? ഒരവസരം ഉണ്ടാക്കാതെ ഞാൻ ആ പാർട്ടികളിലൊക്കെ നിന്നില്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പാർട്ടിയിൽ നിന്ന് മാറുന്നത്, അല്ലാതെ ഒന്നുമല്ല. ഇനിയിപ്പോൾ അധിക കാലമൊന്നുമില്ല, ശ്രീത്തെ വയസ്സൊക്കെ ആയി. ഇനിയിപ്പോൾ എന്നാലും വിരമിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഒരു വല്ലാത്ത വൈക്ലഭ്യം. അതുകൊണ്ടാണ്. അല്ല, കേരള കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ തന്നെ ഒരു തലപ്പൊക്കമല്ലേ? ആ തലപ്പൊക്കം ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട്.